സാർമാര് പറ്റണ പോലെ കളിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് അടുത്ത് പറഞ്ഞു കളിക്കാരനെ പറ്റൂലല്ലോ, ബാക്കിയുള്ളവരുടെ കളി പോകൂലേ. മത്സരത്തിന്റെ 3 ദിവസം മുമ്പാണ് അജ്മലിന് ഇങ്ങനെ ഒരു അപകടം പറ്റുന്നത്. സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ദഫ്മുട്ട് മത്സരം നടന്നപ്പോൾ കാണികളുടെ എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞത് അജ്മലിലേക്കായിരുന്നു. അജ്മൽ കയ്യിലൊരു ബാൻഡേഡ് കെട്ടിയാണ് മത്സരത്തിന് എത്തിയത്. മണ്ണാർക്കാട് MS സ്കൂളിലാണ് പഠിക്കുന്നത്. എന്താണ് കയ്യിന് പറ്റിയത്? അത് ഒരു ഞായറാഴ്ച, അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഏട്ടനപ്പോൾ ഒരു ഫംഗ്ഷന് പോയിരുന്നു, കല്യാണത്തിന്. കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ നിക്കാഹിന് പോയിരുന്നു. അതിൽ പോണ വഴിക്ക് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നപ്പോൾ റോങ് സൈഡ് കയറി വന്നാൽ അങ്ങനെ തട്ടിയ ആക്സിഡന്റ്. കയ്യിൽ സാരമായിട്ടുള്ള മുറിവിനെ പറ്റിയിട്ടുണ്ട്. മത്സരം കഴിഞ്ഞ ഉടനെ അജ്മൽ കാണാൻ പോയത് ഡോക്ടറെ ആയിരുന്നു. തൻ്റെ ഒപ്പം പരിശീലിച്ച മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വേദന കടിച്ചമർത്തിയാണ് അജ്മൽ മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. പരിക്കുറ്റിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാലിൽ മുറിലാറുകൊണ്ട് കളിച്ചാനൊന്നും പറ്റിയില്ല. 2 ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു. ആക്സിഡന്റ് ആയ സമയത്ത് നേരെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഇത് വെച്ച് കെട്ടി മരുന്നൊക്കെ വെച്ച് ക്ലീൻ ആക്കി തന്നു. ഇങ്ങനെ നല്ല വേദനയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ മത്സരിക്കാൻ തോന്നാൻ കാരണം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 9ൽ പഠിക്കണു. 10ാം ക്ലാസ്സിലാണ്. ഞങ്ങൾ 3 ആളെ 9ത്തുള്ളൂ. ബാക്കി എല്ലാവരും 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഞാൻ ഒരാൾ മാത്രം കളിച്ചായിരുന്ന ഓരോ ഗ്രേസ് മാർക്കെല്ലാം പോകും. അപ്പോൾ ഓക്കെ കളിച്ചതേ ചെയ്തു. തൻ്റെ ഉറ്റ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മാസങ്ങളോളം നടത്തിയ പരിശ്രമം വെറുതെയാകരുത്, തൻ്റെ കാരണം കൊണ്ട് ടീമിന് വിജയം നഷ്ടമാകരുത് എന്ന ഒരു ഇച്ഛാശക്തിയുടെ കൂടി പേരാണ് അജ്മൽ എന്ന്. സാർമാര് പറ്റണ പോലെ കളിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് അടുത്ത് പറഞ്ഞു കളിക്കാരനെ പറ്റൂലല്ലോ, ബാക്കിയുള്ളവരുടെ കളി പോകൂലേ. തനിക്ക് മാത്രമല്ല കൂടെയുള്ള മറ്റ് 9 പേർക്കും മധുരച്ചിരിയുള്ള A ഗ്രേഡ് തന്നെ സ്വന്തമാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അജ്മലുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള കലാവേദികളും കലാമത്സരങ്ങളുമെല്ലാം അതിജീവനത്തിന്റെ പാഠങ്ങളാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് അജ്മൽ. رسول